കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഐലാബ്. അന്ന് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് വൾണറബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾക്ക്, ഒരുപാട് അബണ്ടൻസ് ഓഫ് ടാലൻസ് ഉള്ള കുട്ടികൾക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ ഹയർ എഡ്യൂക്കേഷനിലേക്കും അതേപോലെ തന്നെ അവരുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പ്രോസ്പെക്ട്സിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള രൂപത്തിലായിരുന്നു 2016 ഐലാബ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കോഴിക്കോട് പയ്യാനക്കൽ കപ്പക്കൽ വാർഡിലായിരുന്നു ഐലാബിൻ്റെ ആക്ടിവിറ്റീസ് തുടക്കം കുറിച്ചിട്ടുണ്ടായത്. അന്ന് ഞങ്ങൾ വരുമ്പോൾ 34 കുട്ടികളെങ്ങാനും പയ്യാനക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ആ കുട്ടികളെ സേവ് ഇയർ എക്സാം എഴുതി പാസ്സാക്കുക എന്നുള്ളതായിരുന്നു ഐലാബ് ആദ്യം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന ഒരു മിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തീരദേശ മേഖലയിലുള്ള ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു മിഷനിൽ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ലിറ്ററസി, ന്യൂമറസി, അതേപോലെ തന്നെ കുട്ടികളുടെ സോഷ്യൽ ഇമോഷണൽ ആയിട്ടുള്ള ലേണിംഗ്, ഇതിലൊക്കെ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ലാസ്റ്റ് ഒരു 9 ഇയേഴ്സിൽ റിഗറസ് ആയിട്ട് ഈ ഒരു ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഐലാബ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു നീഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് വുമൺ. ഞങ്ങളൊരു സ്റ്റഡി നടത്തിയ സമയത്ത് 90% ഓഫ് ദ വുമൺ ഫ്രം ദ കമ്മ്യൂണിറ്റി ആർ അൺഎംപ്ലോയിഡ്. പക്ഷേ ഈ വുമൻ്റെ കൂടെ ഞങ്ങൾ സംസാരിക്കുമ്പം എല്ലാവർക്കും എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രീമാണ്. അപ്പോൾ അനഹ ട്രസ്റ്റ്, ബാലഗോപാൽ സാറും വിനിത മാമും ചേർന്ന് നടത്തുന്ന അനഹ ട്രസ്റ്റിൻ്റെ ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ടായി. അങ്ങനെ കഴിഞ്ഞ വർഷം 2024 ഡിജിറ്റൽ ടെക് ലിറ്ററസി പ്രോഗ്രാം എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ സ്കിൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ആക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ വിമൻ്റെ ലൈവ്ലിഹുഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്ലാപ്പ് കോസ്റ്റൽ ലൈവ്ലിഹുഡ് ആക്സിലറേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സ്ത്രീകളുടെ ഉപജീവന മാർഗം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെയൊക്കെ ഈ ഫിഷിംഗ് മേഖലയിലെ അനുബന്ധ തൊഴിലുകളിലൊക്കെ അവർ ഏർപ്പെട്ടിരുന്നു. വലകെട്ടൽ, മത്സ്യം ഉണക്കൽ, അതുപോലെയുള്ള ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതാരും തന്നെ ചെയ്യുന്നില്ല. അത് അന്യം നിന്ന് പോയ ഒരു തൊഴിലാണ്. പിന്നീട് ഇപ്പം നമ്മൾ കാണുന്നത് കുറച്ച് സ്ത്രീകളെങ്കിലും വീട്ടുജോലികൾക്കൊക്കെ പോകുന്നു. പിന്നെ ഗൾഫിലേക്കുള്ള ഒരു കുടിയേറ്റം ഉണ്ടായിരുന്നു. ആളുകളൊക്കെ തൊഴിൽ തേടി സ്ത്രീകൾ, ഇവിടുത്തെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വിദേശത്ത് പോയി ജോലി ചെയ്ത് അവർ വീടുണ്ടാക്കാനും പെൺകുട്ടികളുടെ വിവാഹം നടത്താനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം സ്ത്രീകൾ പോകുന്നത് കുറവാണ്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അങ്ങനെ സ്ത്രീകളോ പെൺകുട്ടികളോ വരാനുള്ള ഒരു വൈമനസ്യം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പഠിക്കാൻ വിടുന്നുണ്ട്. നേരത്തെ ചൈൽഡ് മാരേജ്, അതായത് ശൈശവിവാഹം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അതും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. പ്രത്യേകിച്ചും കുടുംബശ്രീയുടെ പദ്ധതികളും പരിപാടികളൊക്കെ വന്നതോട് കൂടിയിട്ട് സ്ത്രീകൾ വീട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും അവരെ ശാക്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചെയ്യാൻ സാധ്യതയും കഴിവുമുള്ള ആളുകളാണ്. അവർക്ക് അതിനുള്ള ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. ക്ലാപ്പിൻ്റെ കഥ തുടങ്ങുന്ന സത്യത്തിൽ ഒരു 4-5 വർഷം മുമ്പെയാണ്. ഐലാബിൻ്റെ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികളായിട്ട് നിരന്തരം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അവർക്ക് തുറന്ന് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം അന്വേഷിച്ച് പോകുന്ന സമയത്ത് മിക്കപ്പോഴും ഒരുവിധ വീടുകളിലൊക്കെ ആ വീട്ടിലേക്ക് വേണ്ട വരുമാനം എത്തിക്കുന്നത് ഒരാളായിരിക്കും. ഒന്നെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനായിരിക്കും, അല്ലെങ്കിൽ ആ വീടായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ മാത്രമായിരിക്കും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് ഐലാബ് അന്ന് അമ്മമാർക്ക്, കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടി ഒരു ഇൻകം ജനറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പേപ്പർ പെന്ന് പോലുള്ള ചെറിയ ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വർക്കുകൾ അവർക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അതൊരു കൊറോണ കാലഘട്ടം എത്തിയ സമയത്ത് നമുക്കത് തുറന്നു പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു 2024 ഐലാബിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു സർവേ എടുത്തി. ആ സർവേ പ്രകാരം ശരിക്കും ഞങ്ങൾ ഞെട്ടിക്കുന്നൊരു കണക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കപ്പക്കൽ വാർഡിൻ്റെ അകത്ത് ഒരു 90% സ്ത്രീകൾ ജോലിക്കൊന്നും പോകാതെ, അല്ലെങ്കിൽ അവരുടെ എവിടെയും തിളങ്ങാതെ, ഒരു അവസരം കിട്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അനാഹയ്ക്ക് ഒരു പ്രപ്പോസൽ എടുത്തു.
ഈ സ്ത്രീകൾക്ക് ഇവരുടെ ഒരുപാട് സ്കില്ലുള്ള അല്ലെങ്കിൽ നല്ല കാലിബറുള്ള ഒരുപാട് അമ്മമാർ നമ്മുടെ വാർഡിൻ്റെ അകത്തുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരും, അല്ലെങ്കിൽ അവരിലേക്ക് അവരുടെ ആ അവസരങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ അനാഹ ആ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് അപ്രൂവൽ നൽകുകയും അങ്ങനെ ഒക്ടോബർ 10 2024 ഒക്ടോബർ 10 നമ്മൾ ക്ലാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് നമ്മൾ അതിനകത്ത് നിന്നൊരു 75 സ്ത്രീകളെ നമ്മൾ തിരഞ്ഞെടുത്തു. നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്ന അവർക്ക് അവരുടെ അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് ഞങ്ങൾ ആ ഒരു സ്പേസ് ഞങ്ങൾ ഒരുക്കിയിരുന്നത്. മെയിനായിട്ട് ഞങ്ങളവിടെ ചെയ്തിരുന്നത് ലൈഫ് സ്കിൽ സെഷൻസും അതുപോലെ തന്നെ സംരംഭകർ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തത്. എനിക്ക് കുറേ മുന്നേ തന്നെ സ്റ്റിച്ചിങ് അറിയായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനില്ല, അത്ര ധൈര്യം എനിക്കില്ല. എന്താ ആളുകൾക്ക് അത് അത്ര ഇതാവില്ല എന്നുള്ള ഇതിൽ ഞാൻ പുറത്തേക്ക് കൊടുക്കില്ല. നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ അടിക്കുന്നല്ലാതെ. പിന്നെ ഐലാബ് പോയതിൻ്റെ ശേഷം ടിങ്കർ ഹബ്ബ് കൊച്ചിയിൽ ഒരു സ്റ്റാൾ ഉണ്ട് എന്ന് തന്നെ, അങ്ങനെ കുറച്ച് ക്ലോത്തൊക്കെ എടുത്ത് പേഴ്സ് ബാഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ആ സമയത്തും പോകുമ്പോൾ ഞാൻ സേബുവിനോട് പറഞ്ഞു ഇതൊന്നും സെയിലാവലുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എത്തി സ്റ്റാൾ ഇട്ട പാടന്നെ അവിടെ വലിയ വലിയ ആളുകളാണ് ശരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുള്ളൂ എന്ന് വിചാരിച്ച്. പക്ഷെ ഓരത് വരാൻ നോക്കുക എടുക്കുക, അതിങ്ങനെ കാണുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ അതുമുതൽ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ലെവലിൽ എത്തും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അശ്വതി. ഞാൻ ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു കാര്യമായിട്ട് ഇഷ്ടം. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ നല്ലോണം വരയ്ക്കുമായിരുന്നു, ചിത്രമൊക്കെ നല്ലോണം വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെൻസിൽ ഡ്രോയിങ് ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ സ്കൂളിലൊക്കെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാറുണ്ടായിന്. പിന്നെ അങ്ങനെ വാട്ടർ കളർ പിന്നെ കുറച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതെപ്പോഴാണ് തുടങ്ങുന്നത് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ആലോചിച്ചിട്ടായിരുന്നു തുടങ്ങിയത്. ഇപ്പോൾ നല്ല ഇഷ്ടമായി തുടങ്ങി. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഐലാബും ഉണ്ട്. നമ്മളൊരു ഡ്രൈ ഫിഷിൻ്റെ യൂണിറ്റായിരുന്നു തുടങ്ങാൻ വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം റെഡി ആയിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂളിമാടുള്ളൊരു മാവൂർ എക്കോ ഡ്രൈ ഫിഷ് യൂണിറ്റ് ഉണ്ട്, അത് സന്ദർശിച്ച് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കി. പക്ഷേ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് റീസെല്ലിംഗ് ആണ്. റീസെല്ലിംഗ് ചെയ്തിട്ട് വേണം നമുക്ക് സ്വന്തമായിട്ട് ഒരു യൂണിറ്റായിട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ ഇതിലേക്ക് പോകാൻ വേണ്ടി. നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു മാവൂര കൂളിമാട് ഡ്രൈ ഫിഷിൻ്റെ എക്കോ ഡ്രൈ ഫിഷ് യൂണിറ്റ് തുടങ്ങിയത്, കണ്ടുപോയത്. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതിൻ്റെ വേസ്റ്റും അതിൻ്റെ മെറ്റീരിയൽസ് എടുക്കുന്നതും അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ശരിയാവോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ റീസെല്ലിങ്ങിലൂടെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ പേര് സഹദ. ഞാൻ നൂല് പറഞ്ഞൊരു ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. എംബ്രോയിഡിങ് ആണ് അതിൽ ഞാൻ ചെയ്യുന്നത്. ഈ ക്ലിപ്പ്, ഹെയർ ക്ലിപ്പ്, ഹാൻഡ് മെയ്ഡ് എംബ്രോയിഡ്, പിന്നെ ബവ്, പിന്നെ ഹെയർ ബാൻഡ്, പിന്നെ ചെറിയ രീതിയിൽ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാനിത് ഫസ്റ്റ് ഇവിടുന്ന് ട്രെയിനിങ് ഐലാബിൻ്റെ ക്ലാപ്പിൽ ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം ചെറുതായിട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അതെല്ലാവരും പറഞ്ഞ നല്ല രസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ വീട്ടിലിരുന്ന് ടൈം കിട്ടുമ്പോൾ വെറുതെ ചെയ്ത് തുടങ്ങിയതാണ്. നമ്മൾ കുറേ ആൾക്കാരെ വെച്ച് ചെയ്തതിൽ ക്ലിക്കായത്. പിന്നെ അത് ഞാൻ മെല്ലെ ഒരു ബ്രാൻഡ് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി അത് ചെറിയ രീതിയിൽ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫെബിന, തുണിപ്പൊതി എന്ന ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടും അതുപോലെ റീസൈക്കിൾ പേപ്പേഴ്സ് വെച്ചിട്ടൊക്കെ ചെറിയ ജേർണൽസ്, ബുക്കുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കൂടുതലായിട്ടും വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഈ ടീനേജേഴ്സ്, ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ്, യങ്ങസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ് വരാറുള്ളത്. ഞങ്ങൾക്ക് 3 ആളും കൂടി ഒരു ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കായിട്ട് തോന്നിയ ഒരു ആശയമാണ് ഒരു ചെറിയ കടിയും ചായയും ഇവിടെ വെച്ച് വിറ്റാലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ചെറിയ സ്നാക്സ് ഐറ്റംസ് ഇവിടെ വെച്ച് പൊരിക്കാനും ചെറിയ കട്ടൻ ചായയും ഞങ്ങൾ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി ഇട്ട് ഈ
ചായക്ക് ഒരു പേരും വിട്ട് 8ന്റെ കട്ടന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് കടി വാങ്ങിക്കൊണ്ടേ ഒരാൾ ഒരു ഹോട്ടലിലത്തെ ഓർഡർ കൊണ്ടു തന്നു. അങ്ങനെ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ അങ്ങനെ ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാപ്പിലെ 75ഓളം സ്ത്രീകളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിലെ അവരുടെ എഴുത്ത് പോലെ തന്നെ ഭയങ്കര ദൃഢമാണ് അവരുടെ ഉള്ളിലുള്ള നിശ്ചയദാർഢ്യവും. അതിൻ്റെ ബേസിസിലാണ് നമുക്ക് 8ഓളം ബ്രാൻഡുകൾ നിലവിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതുപോലെ അവർ 5 യൂണിറ്റുകളെ കളക്റ്റീവായിട്ട് അവരെന്താക്കാണ് ഐഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ആ റിസോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു റിസോഴ്സിനെ ഉപയോഗിച്ച് എങ്ങനെ നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകളും ബ്രാൻഡുകളും ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പം നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഈ ഒരു പ്രൊജക്റ്റിൽ ത്രൂ ഔട്ട് വേണം. പിന്നെ ആദ്യമായി നന്ദി പറയുന്നു. ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്രചോദനം കിട്ടിയത് ക്ലാപ്പിൽ വന്നതിലൂടെയാണ്. അതിന് ക്ലാപ്പിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഈ ഒരു ബ്രാൻഡിലേക്ക് എത്തിപ്പെടാൻ കാരണം തന്നെ ഈ ക്ലാപ്പ് എന്ന പ്രൊജക്റ്റിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഐലാബിനും അനാഹ ട്രസ്റ്റിനും ബാലഗോപാൽ സാറിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കപ്പക്കൽ വാർഡിലുള്ള ജനങ്ങൾക്ക് പഠിക്കാനും സ്കില്ല് ബിൽഡ് ചെയ്യാനും ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻ്ററായി സ്കിൽ ഹബ്ബ് എന്ന ഞങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാനും ഒരുപാട് സ്ത്രീകൾക്കും യുവാക്കൾക്കും അവരെ സ്കില്ല് ബിൽഡ് ചെയ്യുക വഴി ഒരു ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ നടത്താൻ ഞങ്ങൾക്ക് ധൈര്യവും പിന്തുണയും തന്നിട്ടുള്ള അനഹ ട്രസ്റ്റിനും ബാലഗോപാൽ സാറിനും വിനിത മാമിനും താങ്ക് യു.